Let's get let's get let's get let's get scratching. നമസ്കാരം, ഞാൻ നിങ്ങളുടെ രോഹിത്. ഇന്നത്തെ നമ്മുടെ വിഷയം ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോകുന്ന രാമായണ സിനിമയാണ്. വളരെ പഴക്കമുള്ള, ലോകത്തെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന, ഇന്നേ വരെ 100-ൽ പരം ദൃശ്യ സൃഷ്ടികളായി വന്നിട്ടുള്ള രാമായണം എന്തിനാണ് വീണ്ടും സിനിമ ആക്കുന്നതെന്ന ചോദ്യം നിങ്ങളിൽ പലർക്കും ചോദിക്കാനുണ്ടാകും. അതിനൊരു ഒറ്റ ഉത്തരവില്ല എന്നതാണ് സത്യം. വാൽമീകി രാമായണത്തിൽ നിന്ന് ഉത്ഭവിച്ച് കാലദേശാന്തരം സഞ്ചരിച്ച ഒരു മഹത് സൃഷ്ടിയാണ് രാമായണം. കുടുംബ ബന്ധങ്ങൾ, സ്നേഹം, ത്യാഗം, കടമ, യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം എന്നിങ്ങനെ ലോകത്തേതൊരു മനുഷ്യനും ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റിയ മൂല്യങ്ങളെ ഒന്നായി ചർച്ച ചെയ്യുന്ന രാമായണം ലോക പ്രശസ്തമാകാനുള്ള കാരണവും അതുതന്നെയാണ്. നമ്മൾ മനുഷ്യർക്ക് പൊതുവായി ഒരു സ്വഭാവമുണ്ട്. നമ്മൾക്ക് പൂർവികമായി കിട്ടുന്ന എന്തും വരും തലമുറകളിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യും. അത് ഭൗതികമായി കൊള്ളട്ടെ, ബൗദ്ധികമായി കൊള്ളട്ടെ. ഇത് പരിണാമത്തിൻ്റെ ഫലമായി കിട്ടിയ ഒരു സവിശേഷത എന്ന് തന്നെ പറയാം. രാമായണത്തിൻ്റെ കാര്യത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു കൈമാറ്റമുണ്ട്. അതാണ് ഭക്തിയും വിശ്വാസവും. രാമായണം ഹൈന്ദവർക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. എന്തെന്നാൽ രാമായണം ഒരു തരത്തിൽ ഒരു ഹൈന്ദവ പുരാണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാമായണത്തോട് ഒരു ആത്മബന്ധം അവർക്ക് ഉണ്ട് താനും. ഈ ആത്മബന്ധമാണ് വീണ്ടും അവരെ രാമായണത്തിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നത്. കുട്ടിക്കാലം മുതൽ പറഞ്ഞു കേട്ട മുത്തശ്ശി കഥകൾ പോലെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു പതിപ്പാണ് രാമായണം. രാമൻ ദൈവ അവതാരം ആണെന്ന ഭക്തിയുടെ വീക്ഷണകോണുകൂടിയാകുമ്പോൾ അതിന് ഭയം എന്ന മാറ്റവും സംഭവിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമായ മനുഷ്യൻ്റെ ഉപബോധ മനസ്സ് നിഷ്പ്രഭമാകുന്നത് ഈ ഭയത്തിന് മുന്നിൽ മാത്രമാണ്. എന്നാൽ മറ്റു ചിലർക്ക് രാമായണം ഒരു ഇതിഹാസമാണ്. ഒരു നായകൻ്റെ സാഹസം എന്ന നിലയിലാണ് അവരതിനെ കാണുന്നത്. ഇന്ന് നമ്മൾ സിനിമകളിൽ കാണുന്ന സൂപ്പർ ഹീറോ പരിവേഷം രാമനും കൂട്ടർക്കും അവർ നൽകുന്നു. മനുഷ്യൻ എപ്പോഴും ആരാധിക്കുന്നത് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും ചെയ്യുന്ന അതീന്ദ്രിയ ശക്തികളെയാണ്. അതാണ് ഈ കൂട്ടർക്ക് രാമായണത്തോടുള്ള അഭിനിവേശത്തിന് കാരണവും. ഇന്ന് ലോകമെമ്പാടും ഈ കാഴ്ചപ്പാടുകളുള്ളവരുണ്ട്. 1917 മുതൽ അവസാനം ഇറങ്ങിയ രാമായണ കഥകളിലെല്ലാം വ്യത്യാസമെന്ന് പറയാനുള്ളത് അതിൻ്റെ ആഖ്യാന ശൈലിയിലാണ്. ഓരോ തവണയും രാമായണം അടിസ്ഥാനമാക്കി കഥകളിറങ്ങുമ്പോഴും സിനിമകളിറങ്ങുമ്പോഴും അതിൻ്റെ പിന്നണിയിലുള്ളവർക്ക് വിവിധ വീക്ഷണകോണുകളുണ്ടാകും. ഓരോ വീക്ഷണ കേന്ദ്രങ്ങളും ഉണ്ടാകും. അതനുസരിച്ചാകും പുതിയ കഥകൾ മുന്നോട്ട് പോകുന്നതും. അവസാനമായി ഇറങ്ങിയ ആദിപുരുഷ് എന്ന സിനിമയുടെ പരാജയത്തിനും പ്രേക്ഷകരുമായി സംബന്ധിച്ച രീതിക്ക് കോട്ടം വന്നതുകൊണ്ടായിരുന്നു. അതായത് മേക്കിങ്ങിൽ വന്ന പോരായ്മകൾ. പുതിയ രാമായണത്തിൻ്റെ ട്രെയിലറിൽ ഏറ്റവും മികച്ച വിഷ്വൽ ക്വാളിറ്റി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു സൂചനയുണ്ട്. സാങ്കേതികതയുടെ വളർച്ച പുതിയ കലാസൃഷ്ടികളെ സ്വാധീനിക്കും എന്നാണല്ലോ. ഇന്ന് ഇന്ത്യ അല്ലാതെ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും രാമായണം അടിസ്ഥാനമാക്കി അവരവരുടെ പുരാണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭൂഖണ്ഡത്തെ തന്നെ ലക്ഷ്യം വെച്ചാണ് സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ന് 2 ഭാഗങ്ങളായി വരുന്ന ഈ സിനിമ എത്രത്തോളം സിനിമ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് കണ്ടറിയാം.